മക്കളെ കുർദിസ്ഥാൻ എത്തി. കുർദിസ്ഥാന്റെ ചെക്കിംഗ് പോസ്റ്റ് ചെയ്ത് ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നാലും വെറുതെ എടുത്തു നോക്കാം. السلام عليكم. انت من وين جاي؟ انديا from India. جيب الجواز سفر معك. اوكي. السلام عليكم. وعليكم السلام. from India. هندية. Yeah. شلون صحتك؟ شلون حالك؟ والله شلونك؟ شلون صحتك؟ الله يسلمك. روح الحين انطيني الجواز باسورد بس تبقي لنا هناك على سطح اليقظة. هسه انا جاي هناك. ما في عربي انجليش. ها؟ انجليش ما في. يسار يسار. انت تسبيك انجليش؟ No, yeah. كمان كمان. Okay. വിറക്ക് നീർച്ച തണുപ്പ്. എന്നാണ് ബാഗ്ദാദിൽ -1 ഉണ്ടായോ? അന്ന് എങ്ങനെയാന്ന് പഠിച്ചോനെ രാവിലെ ആക്കി നന്നാവാനറിയത്. ഹീറ്ററിൽ ഉണ്ടെങ്കിലോ അന്ന് പുറത്തിറങ്ങിയിട്ടില്ലേണ നമ്മള് വീഡിയോയിൽ എടുക്കാൻ പോയാലോ. അന്നേരം പണി കിട്ടീന്. അതുകൊണ്ട് ഇത് അസ്സലാമു അലൈക്കും. ഫ്രം ഇന്ത്യ. സോറി എന്റെ ലൈറ്റ് ബ്രൈറ്റ് ആയി പോയി. മൂപ്പര് വന്നിട്ട് എന്തെല്ലോ പറഞ്ഞു. ഒരു പോലീസ് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പറയൂല. شو عندك يا تو؟ ഇന്ത്യ. ها؟ ഇന്ത്യ. ട്രാവൽ തുർക്കി, ജോർജിയ, ചൈന, റഷ്യ, ഇറാഖ്. بس باسبورت. ما في معلومة عربي. انت وين ساكن؟ ساكن صديق اربيل. اربيل. يا ما شاء الله. ها بس تشيك الحاسبة. اوكي. مامز ഞാൻ വിചാരിച്ച് ചെക്ക് ചെയ്യിക്കൂല. പക്ഷെ എങ്കിൽ കുറെ സമയം ഇവിടെ നിൽക്കണ്ടി. വണ്ടിയിലിട്ട് നോക്കൂല. ഇത് വല്ലാത്തൊരു പോലീസാണല്ലോ. ഇപ്പൊ ഒരു പോലീസ് വരും നമ്മളെ നോക്കാൻ. حاجي شنو؟ باسبور. ها هاي بيع. برافو. from India. India. Yeah. You Erbil, Turkey, Georgia, China, like. وين اللي؟ العراق. Safwan from Kuwait. ورا كم يار باسبور. Okay. പാസ്പോർട്ട് എടുത്ത് പോകാൻ പറഞ്ഞില്ലേ. എൻ്റെ മക്കളെ നമ്മൾ എർബിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റിൽ വന്ന് എടുത്തത് -1 തണുപ്പ്. വിറച്ച് ഇത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇറാഖിൽ കറണ്ട് ഇല്ല. ഇറാഖിന് കറണ്ട് എന്ന് പറഞ്ഞാൽ
പറഞ്ഞാല് ഇറാൻ ആണ് ഇറാഖിലേക്ക് കറണ്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പോ ഇറാഖ് ഇവിടുന്ന് ഓയിൽ അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ ഒരു ബാർട്ടർ പോലെയാണ് അവർ ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ഇറാഖാണ് ആ കറണ്ട് എന്ന് വെച്ചാൽ അവര് സ്വന്തമായിട്ട് കറണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും കറണ്ട് ഉണ്ടാകുന്നില്ല, അധികം പവർ കട്ട് വരും. ഭയങ്കര എന്താ പറയണ്ടേ, ഒരു പണ്ട് കേരളത്തിലുള്ള പവർ കട്ട് ഉണ്ടായി, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെയായിട്ട് അധിക റോഡിലും പിന്നെ ഇതില്ല, കറണ്ട് ഇല്ല, ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ടുണ്ടാവുക. ചില സ്ഥലത്ത് പിന്നെ വണ്ടി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് തിരിയൂല റോഡ് എങ്ങോട്ടേക്ക് പോകുന്നതെന്നല്ല. ഭയങ്കര ഡേഞ്ചറാണ് രാത്രി ഡ്രൈവ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞു അധികം ഉള്ളോട്ടുള്ള റോഡിൽ രാത്രി വണ്ടി ഓടിക്കണ്ട, ചിലപ്പം ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എർബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, എർബിലേക്ക് പോകുന്ന റോഡിലും അധിക സ്ഥലത്തും ലൈറ്റ് ഇല്ല എന്നാ പറഞ്ഞത്. ഈ കണ്ട ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്തിയിട്ടില്ല. ആ ഭാഗത്തെല്ലാം ഏകദേശം ഇതുപോലെ ഉണ്ടായത്. ഓലത്തെ ബൂക്ക് ഹൈയില് അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഇതേ സെയിം ഫീൽ ആവുന്നു. അപ്പൊ അതുപോലെ തന്നെ കാണുന്നു. ഞാനൊന്ന് റോഡിൽ സൈഡാക്കിയതാണ്. അതിലങ്ങ് കണ്ട ഒരു തീ ഇങ്ങനെ കത്തുന്ന, റോഡും വന്ന് അങ്ങ് ദൂരത്തുണ്ട് ഒരു തീ കത്തുന്ന കാണുന്നുണ്ടോ? കുറച്ചും കൂടി സൂമാക്കി ഇതെന്താ സംഭവം മനസ്സിലാവില്ല. തീ ഇങ്ങനെ കത്തുന്നുണ്ട്, പക്ഷെ എന്താ ആൾക്കാരില്ലാണ്ട് തീ അങ്ങനെ കത്തുക. ഇതാണ് കിർക്കുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഇനി എർബിൽ പോണെങ്കിൽ 80 കിലോമീറ്റർ ഇനി ഓടണം. ഇത് അത്യാവശ്യം നല്ലൊരു ടൗൺ ആട്ടോ. ഞാൻ ഒന്നുമല്ല, ഈ രാത്രി കാണുന്നുണ്ട് ഈ നാട് എന്ത് രസാ. നല്ല വൃത്തിയുണ്ട്, നല്ല മുഞ്ചുണ്ട്. ശരിക്കും നല്ല ഒരു ടൗണിൽ പോയ പോലെ നോക്ക്. അതേസമയം മറ്റുള്ള സ്ഥലമാണെങ്കിൽ എന്താ വേസ്റ്റും അതും ഇതെല്ലാം ഇട്ടാക്കി വെച്ചിന്. ഈ കിർക്കൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമാട്ടാ, നല്ല ടൗണാണ്. ഒന്നാമത് നല്ല വൃത്തിയുണ്ട്. ഒരു ഭയങ്കര സംഭവമല്ല അറബിയിൽ. ഇതാ അടിപൊളി ഫ്ലാറ്റ് ഉള്ളതാ. ഭയങ്കര വലിയ ഹൈറ്റുള്ള ഫ്ലാറ്റ്. ഇതിപ്പോ ശരിക്കും വേറെ ലെവലായിട്ടാ. ഇതിപ്പോ ഇറാഖാരാ പറയാ. ഇതുവരെ കണ്ട ഇറാഖിൽ നിന്ന് വ്യത്യാസമാണ് അറബിയിൽ. നമ്മളിന്ന് പോകാൻ പോകുന്ന വീട് ഒരു മലയാളി ഉണ്ട് ഇറാഖില്. ഞാൻ ഇറാഖിൽ വേണ്ടി കാണുന്ന രണ്ടാമത്തെ മലയാളിയാണ്, നാസർക്ക. അപ്പോ മൂപ്പര വീട്ടിലേക്ക് നമ്മൾ ഇതെല്ലാം വേറെ ലെവലാണല്ലോ. നമ്മള് ഇതുവരെ കണ്ട ഇറാഖല്ലേ ഇത്. മൂപ്പര് റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് അവിടുന്ന് റൈറ്റ് ആണ്. ആഹാ, അടിപൊളി ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല കിടില റൗണ്ട് ബോട്ട്. ആദ്യം ഇത്രയും മൊഞ്ചിലെ റൗണ്ട് ബോട്ടാണെന്ന് നമുക്കൊന്ന്. മൂപ്പര് ഈ ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. ഒന്ന് വിളിച്ചു നോക്കിട്ട് പോവാം. ഇവിടെ ഇതുണ്ടല്ലോ. ഹലോ, ഇവിടെ പിന്നെ ഇത് ഫ്ലാറ്റാ? അതെ, ഒരു ഇതിലുള്ള സെക്യൂരിറ്റി പോസ്റ്റിലുള്ള. അപ്പൊ അവര് നിങ്ങൾ പറയേണ്ടി വരൂലേ? സോറി, ആ മൂപ്പര് വന്നിട്ടുണ്ട് എന്റെ അടുത്ത്. നിസാർ, സോറി നാസർ. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. Which one? Okay. അടിപൊളി വില്ല കേട്ടോ. ഇപ്പൊ ഒരു ആളും മനുഷ്യനും നല്ലൊരു സ്ഥലം കണ്ടു ഇറാഖിൽ വന്നിട്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. വണ്ടിൻ്റെ ശരിയാക്കലും ഗാരേജ് പോലും സിറിയൻ ബോർഡർ പോക്കും അങ്ങനെ അങ്ങനെ എർബിയിലേക്ക് 400 ചില്ലറ കിലോമീറ്റർ ഓടിക്കുകയും ചെയ്ത് മനുഷ്യനാകില്ല. എന്താ പറയണ്ടേ, നടു ഒടിഞ്ഞ് പണ്ടാരടങ്ങി. ഇനി ഫുള്ള് നമുക്ക് റെസ്റ്റാണ് 2 ദിവസം. നോക്കിട്ടെ, നല്ല വില്ലല്ലേ. ഞാൻ കാണിക്കട്ടെ. ഞാൻ അള്ളാണ് ഇറാഖിൽ വന്നിട്ട് ഒരു മലയാളി. ഞാൻ ഓൾറെഡി ഇവിടുന്ന് ബാഗ്ദാദിൽ നിന്ന് അമീറിനെ കണ്ടിട്ടുണ്ടല്ലോ, മുമ്പിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഫാമിലിയാ നിൽക്കുന്ന ഒരു മലയാളിനെ കാണുന്നു. ഇത് എർബിലാന്ന് ആരെങ്കിലും പറയുവോ? ഇത് ഇറാഖെന്ന് ആരെങ്കിലും പറയുവോ? ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഇറാഖിലുണ്ട്. ഞാൻ ഇതുവരെ കണ്ട ഇറാഖ് അല്ല ഇറാഖ്. ഓക്കെ,
അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. നമ്മളിത് അവസാനം നിസാർഖാന്റെ വീട്ടിലെത്തി. എന്നെല്ലാം ബാക്കി നമുക്ക് നാളെ. അപ്പൊ ഇതാണ് എർബില്. എർബില് ഭയങ്കര മുഞ്ചുള്ള സ്ഥലമാണ് ഇറാഖില്. ഇൻഷാല്ല ഇനി എർബിലെ കുറെ കാഴ്ച നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഇറാഖിൽ വന്നിട്ട് ആദ്യമായിട്ട് നല്ല തൊടുപുഴ സ്പെഷ്യൽ കോഴിയും പിടിയും. ഊഫ്, ഇത് നമ്മള് കക്കറോട്ടി ഇട്ടോ കാണാന്. എന്റെ മോനെ ചൂടുന്നാക്കട ആക്രാന്ത് കൂടി സോഫ്റ്റ് അല്ലേ? അല്ല ചൂടായിക്കോ. ഞാൻ കൈ ഇടുമ്പോ ഇത്ര തണുപ്പിടെ ചൂടാക്കട്ടെ മൂപ്പര്. അടിപൊളി. ഹായ് മസാലയും തേങ്ങ ജീരകവും എല്ലാം ഉണ്ട്. ഇറാഖിൽ വന്നിട്ട് ഇപ്പോൾ എർബിലാണ്. ഞാൻ ഇന്നലെ രാത്രി നാസിർഖാന്റെ വീട്ടിലെത്തി. നാസിർക്ക് നാട്ടിലെവിടെയാ? എയർപോർട്ടിന്റെ അടുത്ത്. ഇത് പിന്നെ തൊടുപുഴയിലുള്ള പേര് ഷോപ്പിംഗ്. ഇവര് രണ്ടാളും എടുത്ത കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ വന്നപ്പോൾ ശരിക്കും നെട്ടി. നമ്മുടെ നാട്ടിൽ ഒരു പൊരടി ഇരിക്കുന്ന പോലെയുണ്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ വന്നേ. പിന്നെ മദ്യപാടത്ത് നല്ല, ഞാൻ പറഞ്ഞില്ല ഇതാ നല്ല നെങ്കിന്റെ മുളട്ടിയും ചോറ് കിട്ടിയില്ല മോദിക്ക്. പിന്നെ ഉപ്മാവും കിട്ടി. ശരിക്കും ഇറാഖിൽ വന്നിട്ട് ഏകദേശം 15 ദിവസം കഴിഞ്ഞു ഞാൻ ഇതേവരെ തിന്നത് ഇറാഖിലുള്ള ഫുഡാണ്. അത് ഒരു ദിവസം തിന്നാ രസാ. പിന്നെ പിന്നെ നമുക്ക് ദിവസം ഈ ഒരു കുബൂസ് മാത്രം തിന്നുമ്പോ ശരിക്കും ഞാൻ തിന്നതൊന്നുമില്ല. ഭയങ്കര ഇടങ്ങറായി. അപ്പൊ ഇന്ന് രാവിലെ രാവിലെ അല്ലേ, ഇപ്പൊ 1 മണിയായി വരുന്നോ നമ്മളെ ഷോപ്പിംഗ് ചേട്ടൻ കൊണ്ടുവന്നാണ് ഈ കാണുന്ന പിടി. ഇതിവരെ മെയിൻ സ്പെഷ്യലാണ് നാട്ടിലെ. നമ്മൾ നല്ല കക്കറോട്ടി എന്ന് പറയും. പക്ഷെ ഇറാഖിൽ മലയാളി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞത്. നമ്മൾ മെന്നാന്ന് ബാഗ്ദാദിൽ നിന്നപ്പോ അമീറിന്റെ വീട്ടില് അവരെ ഡോക്ടേഴ്സിന്റെ കൂടെ നിന്ന് അന്നേരം കുറച്ച് ഹൈദരാബാദി ഫുഡ് കിട്ടി. പക്ഷെ നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടിയിട്ട് ഭയങ്കര സന്തോഷിച്ചു. നിങ്ങൾ എത്ര കൊല്ലം വർക്ക് ചെയ്യുന്നത്? ഇറാഖിനെ കുറിച്ച് അഭിപ്രായം എന്താ? കുറച്ച് കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറെ ആൾക്കാർ യൂട്യൂബിൽ കമന്റ് ചെയ്ത് അവിടെ മലയാളി ഉണ്ടോ, മലയാളികൾ പോകുന്ന സ്ഥലമാണോ, ഇങ്ങനെയാണ് ഇറാഖിനെ കുറിച്ച് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അവരെ പഴയ ഒരു മെന്റാലിറ്റി. അവരെ മുമ്പ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ബ്ലാസ്റ്റ്, ഇവിടെ ബോംബ്, അത് ഇതല്ലേ. ഇവിടെ വളരെ നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടെ സേഫ് ആണെന്ന് പറയാം. പിന്നെ അവിടുത്തെ ജനങ്ങൾ വളരെ പാവം ജനങ്ങൾ. അതായത് നമ്മുടെ അങ്ങനെ നമ്മൾക്കൊരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ പുറത്തുള്ള ആണെങ്കിൽ ഇന്ത്യക്കാരനാണ്, നമ്മുടെ ലോക്കൽസ് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളില്ല. വളരെ സഹകരിച്ചു പോകുന്നത്. മനസ്സിലായിട്ടാവില്ല കൂടെ ഒന്ന് എന്റെ വണ്ടിയിലും അത് എല്ലാവരും ഇത്രയും ആൾക്കാർ കുറെ ആൾക്കാർ പറഞ്ഞു ഇറാഖിൽ വന്നിട്ട് നല്ല ആൾക്കാർ. നമുക്ക് ഒരുപാട് ഇവിടെ നമുക്ക് ഒരു മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പ്രസിഡന്റാണ് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ടോ കുറെ ഭയങ്കര സംശയം ഇറാഖിൽ അങ്ങനെ ആരും പോകൂല, മലയാളി ഉണ്ടോ ഇന്ത്യക്കാരുണ്ടോ. ശരിക്കും നമ്മളോട് 15 വർഷമായി. ഗൾഫ് നമുക്കൊരു ഈസിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഗൾഫ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഗൾഫ് അവിടെ മിഡിൽ ഈസ്റ്റിന്റെ ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ഇവിടെ വരുമ്പോ സർപ്രൈസ് ആവും. കാരണം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പോഴാണെങ്കിലും ഇവിടുത്തെ ഭൂമിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും വെള്ളമാണെങ്കിലും ഇവിടെ നാച്ചുറൽ വാട്ടർ, ഇവിടെ കിണർ വെച്ചാലും വെള്ളം ഉണ്ടാവും. അവിടെ ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ ലെവൽ ഇപ്പൊ എർബിലാണെങ്കിൽ 450 ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. ഇവിടെ എർബിൽ അറൌണ്ട് 500 ഫീറ്റ് ഹൈറ്റിലാണ്. മലമ്പ്രദേശമാണ്. ഇവിടെ ചൂട് കുറവാണ്. ഇറാഖിലെ കുറച്ചും കൂടി ഉയർന്ന സ്ഥലം കൂടിയല്ലേ അങ്ങോട്ട് ഇതിനേക്കാൾ കൂടുതൽ ഇപ്പൊ കോറക്ക്, നമ്മള് കോറക്കിന് പോകുമ്പോ അവിടെ ഇപ്പം എനിക്ക് 900 സംതിങ് ഫീറ്റ് ഹൈറ്റുള്ള സ്ഥലമാണ്. അവിടെ എപ്പോഴും ഐസ് സ്നോ ഉണ്ട്. ഇപ്പൊ കുത്തിരി ചോറാണല്ലോ പഠിച്ചോറി. വേറെന്തല്ലേ അടിപൊളി ഇവിടെ കേട്ടോ. ഇതെന്താ അത് ചിക്കൻ പൊരിച്ചേ. നാട്ടിൽ ഇവിടെ ഉണ്ടായ എന്ത് കുമ്പളങ്ങിയോ മത്തങ്ങിയോ എന്തെങ്കിലും കൊറേ കൃഷികളാവാനല്ലോ എന്തൊക്കെ ഉണ്ടാ. നമ്മളെ നങ്ക് മോള് കിട്ടേ. ഞാൻ ചോദിക്കാം, നിങ്ങള് കോഴിക്കോട് നിന്ന് വരുമ്പോ എന്തെങ്കിലും ചിപ്സാ മിച്ചറ എന്തെങ്കിലും ബാക്കി ഉണ്ടാക്കാം? അങ്ങ് വൃത്തിയാട്ടോ അലൂവ. നിങ്ങൾ അലൂവന്ന് പോകണമെങ്കില. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ചക്ക കാണുന്നുണ്ട്. ഇതെല്ലാം 30 നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. പക്ഷെ ഉണ്ടോ അലുവ? അയാളോട് മറ്റോട് പറയാ ഒരു കഷ്ണം അലുവ വേണ്ട. അന്ന് 2 സാധനം എടുക്കൂല. എന്നാൽ ഇത് ഇറാഖ് തിന്നോണ്ട് ഇതിന്റെ ചവണിയും തിന്നണം. അതാണ് ഒന്നും ഒഴിവാക്കരുത്. നാട്ടില് പുല്ല് വിലയാണെങ്കിൽ ഇവിടെ ഭയങ്കര വിലയാണ്. മുക്കറ്റില്ലേ സദാമിന്റെ ഹിസ്റ്ററി അത് പിന്നെ അവിടെ പോയാൽ കിട്ടും. പിന്നെ ഇവിടുത്തെ കുറച്ച്
പോകുന്നുണ്ടോ? അവിടെ വണ്ടി പോകാനോ? അടിപൊളിയാണല്ലോ. എന്ത് രസം നിങ്ങളെ വില്ല കാണാന്. അയ്യവാ, താട്ടത്തെല്ലാം ബാക്കിൽ വെക്കണം കേട്ടാ. ഇതാണ് ഇറാഖിലെ എർബിലുള്ള നമ്മളെ നാസർക്ക് താമസിക്കുന്ന വില്ല. ഇത് ഏകദേശം എത്ര വില്ല ഉണ്ട് ഇതിനുള്ളില്? 3000-ഓളം വില്ലകളുള്ള ഒരു സ്ഥലം. നമ്മളെ ഓളുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട്. ഞാൻ ഇന്നലെ വന്നിട്ട് ഇതുവരെ പുറത്തിറങ്ങില്ല. അപ്പൊ ഇന്ന് ഇവരെ കൂടെ ഒന്ന് വൈകുന്നേരം പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. 4th നമ്പറിലെ ഫ്ലോറിലത്തെ 7ാം നമ്പർ ഫ്ലാറ്റിലേക്കാണെന്ന് പറഞ്ഞു ഞാൻ. അയാൾ ഇങ്ങോട്ടേക്ക് എന്തായാലും കുർദിയിൽ പറഞ്ഞു. അയാൾ പറഞ്ഞത് നിങ്ങൾ എവിടുന്നാ വരുന്നത്? കുർദിയിൽ എങ്ങനെയാണ് പറഞ്ഞേ? നിങ്ങൾ എങ്ങനെയാ വരുന്നത്? കുർദിയിൽ എങ്ങനെയാ ചോദിക്കാം? ലക്ഷം വീടാ? എന്ത് ലച്ച? പഠിച്ചു വെക്കട്ടെ. ലച്ചന്തരി ഹാത്തിയ. എനിക്ക് ഉറുദു പഠിച്ചിട്ട് തന്നെ കാര്യം. മറന്നുപോയി. ഗുഡ് മോർണിംഗ് ഫ്രം എർബിൽ. അപ്പൊ ഇതാണ് നമ്മളെ നാസർഖാന്റെ വീട് തന്നെ ഉള്ളത്. അപ്പോ ഞാൻ ഇതാ ചായ ഉണ്ടാക്കുന്നത്. ഞാനോട് പറഞ്ഞ് 5 മണിക്ക് എനിക്ക് തിന്നാൻ വേണോ, ചായ വേണം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയുള്ളൂ, 30 അങ്ങനെ ഉറങ്ങുന്ന. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റൗവിൽ ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മീൻകറിയും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരെ എടുത്ത് തിന്നാന്ന് ഒറ്റ പോയിട്ടുണ്ട്. കാരണം ഉറങ്ങുന്നില്ല, ഓരടങ്ങാറാക്കണ്ടല്ലോ. നല്ല ദോശ ഉണ്ടാ. ഇതൊന്നും ഇവിടെ ഒരു സാധനം കിട്ടില്ല. അതായത് ഈ ഇറാഖ് മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളെ ലുലു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മലയാളികൾ ആൾക്കാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ എപ്പോഴും റഷീദ് നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഈ അരി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവും അരിയും പൊടിയും കൊണ്ടാണ് ഈ ദോശ. അല്ലാണ്ട് ഇറാഖിൽ എവിടെയാണ് നമ്മൾ ദോശ കിട്ടാൻ? അതുകൊണ്ട് സാധനങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുവരാം. നാസർഖാന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഞാൻ വണ്ടി ഉള്ളിൽ ക്ലീൻ ആക്കുമ്പോൾ ഏകദേശം 3/4 മണിക്കൂർ എന്നോട് അപ്പോഴും ബാറ്ററി ഓണാക്കി പോയി, വണ്ടി അനങ്ങുന്നില്ല. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഇത് ഏകദേശം 200 വീടുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വർക്കിന് വന്ന ആളോട് പറഞ്ഞപ്പോൾ മൂപ്പര വണ്ടിന്റെ ജമ്പർ എടുത്തിട്ട് ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ദിസ് 2-1 വേർ അപ്പൊ ഇതാണ് ഷോബിന് നാട്ടിലെവിടെയും ഓൾറെഡി എല്ലാവർക്കും അറിയാം. നമ്മൾ മറ്റേ ഇതില് ക്ലിപ്പിലുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ കുറെ ഫുള്ള് ഇന്ത്യൻസ്, എല്ലാ രാജ്യക്കാരുണ്ടോ? ഓക്കെ. സോ യു ഫ്രം വേർ ഓൾ പീപ്പിൾ? ഓക്കെ. ഓ മലയാളിയാണെന്നോളെ. യു ചെന്നൈ. ഓക്കെ. എപ്പിടി ഇருக்கு സൗഖ്യമാ? കൊഞ്ചം വിജയ് ഫാൻ ആയതുകൊണ്ട് കൊഞ്ചം തരും. അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ. ടൂർണമെന്റ് നടത്തുന്ന, അതായത് ഇന്ന് ലീവാ, വെള്ളിയാഴ്ച ഇവിടെ കുർദിസ്ഥാനില് ഗൾഫ് ഒഴിച്ചുന്ന ലീവാണ്. അപ്പൊ എന്നോട് വിളിച്ചാണ് ഇവിടെ ടൂർണമെന്റിന്റെ ഒരു ഇനോഗ്രേഷന് വേണ്ടിട്ട്. അപ്പം മലയാളികളും പിന്നെ കുറെ നമ്മളെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. പിന്നെ ഇന്ത്യ മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ കുറെ രാജ്യത്തുള്ള ആൾക്കാർ കൂടിയിട്ട് ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാം ഇത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിലെ ഗ്രൂപ്പ്സ് ആണോ? ഓക്കെ. സിദ്ധു മൂസേവാല. ഐ നോ എവറിത്തിങ്. ഐ നോ അബൌട്ട് ഹിം. പഞ്ചാബിലെ കുറെ ആളുകളുണ്ട്. ഇത് ഫുള്ള് ഇവര് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന. എടുത്താ മതിയോ? അപ്പൊ ഇതാ കുർദിസ്ഥാനില് ഇവിടെ ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്. അതായത് ലോകത്തിന് ബഹിരാകാശത്ത് പോയാലും മലയാളി ഉണ്ടാവും. അപ്പൊ ഇവിടെ മലയാളി അസോസിയേഷൻ നടത്തുന്നതാണ്, കേരള നടത്തുന്നതാണ് ഈ കാണുന്ന കുർദിസ്ഥാനിലെ ക്രിക്കറ്റ് മാച്ച്. ഇഷ്ടം പോലെ ഇവിടെ, അതായത് 4 രാജ്യങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇനി വേറെ എവിടെയും കാണാൻ കഴിയില്ല. കാരണം ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഈ 4 ടീമാണ് ഇവിടുന്ന് കളിക്കുന്നത്. वीडियो है? हाँ, यो बोलने का. ओके, 1 मिनट वो बोलेगी तो तब. മൊമെന്റ് നല്ല വെയിറ്റ് ഉണ്ടായി. മൊമെന്റ് നല്ല ഫോട്ടോ കേട്ടോ. നമ്മള് ഓളെ ഞാനുള്ള ഫോട്ടോ ആണ്. താങ്ക് യു. കിച്ചന്റെ ഡോറ്
അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നല്ലോണം ലേറ്റ് ആവും. അന്നേരം മൂപ്പരെടുത്ത് മെസ്സേജ് അയക്കും, ഞാൻ ചാവി അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് മേശന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് സ്വന്തം എന്റെ വീട്ടിൽ നിന്ന ഒരു ഫീൽ ചെയ്യുന്നു. എൻ്റെ ഒരു വലിയ ഡിക്കാക്കാനെ പോലത്തെ ഒരു സ്നേഹം മൂപ്പരോട് ഉണ്ടായത്. അപ്പോൾ നാസിർക്ക സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അധികവും മലയാളികളെ വീട് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാം, ഇവർക്ക് ഒരു സന്തോഷത്തിനും സ്നേഹത്തിനുമാണ് ഇവർ നമ്മളെ വിളിക്കുന്നത്. അല്ലാണ്ട് നമ്മളവിടെ പോയാലും പോയിക്കില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചിട്ട് അവരോട് അവരെങ്ങനെയാണോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ അവരെ കണ്ടത് അതുപോലെ തന്നെ കാണുകയാണ്. അല്ലാണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് അവരെ നമ്മൾ അങ്ങനെ ഒന്നും പറയാനും പിടിക്കാനൊന്നും പാടില്ല. അപ്പോൾ എൻ്റെ ഈ ഫുള്ള് യാത്രയില്ല, ഇപ്പോൾ ഓൾ ഇന്ത്യ ആണെങ്കിലും ശരി, ഇപ്പോൾ ഈ ഫിഫ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഈ UAE ടു കേരള ട്രിപ്പ്, ഈ ട്രിപ്പ് ആണെങ്കിലും ശരി, ഇതെൻ്റെ 8ാമത്തെ ട്രാവൽ സീരീസാണ്. ഇത്രയും ട്രാവൽ സീരീസിൻ്റെ ഇടയിൽ ഞാൻ കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികവും മലയാളികളെ വീടുകൾ കിട്ടലുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാസിർ ഖാനെ പോലത്തെ ഉള്ള എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മളെ വിളിക്കുന്നത് നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ഹെൽപ്പല്ല, അവർ നമ്മൾ ഇങ്ങോട്ടേക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ശരിക്കും ഭയങ്കര സന്തോഷം. കാരണം വേറൊരു നാട്ടിൽ പോയിട്ട് നമുക്ക് ആരും ഇല്ലാണ്ട് നമ്മളിപ്പം എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടൽ റൂംസോ അങ്ങനെയല്ല എടുക്കാം. എനിക്ക് പിന്നെ എന്റെ വണ്ടി ഉണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ കാര്യം പ്രശ്നമൊന്നുമില്ല. ഇനി ഹോട്ടൽ റൂംസ് എടുത്താൽ ഒരു പെട്ടെന്ന് നമ്മൾ നാട്ടിൽ ഒരു മനുഷ്യന്മാർ കാണുമ്പോൾ നമ്മളൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ സ്വന്തം വീട്ടിൽ പോയി പഠിച്ചപോലെ നമ്മൾ വീട്ടിലെത്തിയ പോലെ കുറെ ആൾക്കാരെ കാണുന്നു. നമുക്ക് ഇത്രയും നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാലും ഒരു മലയാളിന്റെ വീട്ടിൽ നിന്ന് നമ്മള് എന്തെങ്കിലും ദോശയോ അതെങ്കിലും തിന്നുമ്പോൾ നമ്മളെ നാവിന്റെ രുചിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നാസിർ ഖാനെ പോലത്തെ കുറെ ആൾക്കാർ എനിക്കൊന്ന് ഈ ട്രാവൽ ചെയ്യുന്ന എല്ലാവരെയും പിന്നെ എന്താ പറയണ്ടേ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, നമ്മളവരെ ഒന്നും ചെയ്യാനും പറയാനും പാടില്ല. അപ്പൊ നാസിർ ഖാൻ സത്യം പറയാം, ഇവിടുന്ന് എർബിലിന് പോകുമ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന നാസിർ ഖാനെയാണ്. കാരണം നാസിർ ഖാന്റെ വീട് 24 മണിക്കൂർ എനിക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ളത്. ഏത് നട്ടപ്പായലാക്ക് വേണമെങ്കിൽ എനിക്ക് കയറി പോവാം. ആ മനുഷ്യന് പിന്നെ എന്നോട് പറയും താക്കോലാടെ വെച്ചിട്ടുണ്ട്, ഫുഡ് ആടെ ഇപ്പൊ നിങ്ങൾ കേട്ടിക്കില്ല, ഇതുപോലെ എനിക്ക് മെസ്സേജ് അയക്കും, നാജി താക്കോലാടെ ഉണ്ട്, നാജി തിന്നാനും മേശന്റെ മുകളിൽ ടേബിളിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഞാനിപ്പോ ഈ കുർദിസ്ഥാനിൽ വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് ഇറാഖിലേക്ക് വരുമ്പോ, കാരണം നമുക്ക് GCC വരെ, അതായത് കുവൈത്ത് വരെ നമുക്ക് ഓക്കെയാണ്, നമുക്ക് മലയാളികളുണ്ട്, പ്രവാസികളുണ്ട്, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആരുടെങ്കിലും വീട്ടിൽ നിൽക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെ മലയാളികൾ ഇന്ത്യക്കാരിലും കുറഞ്ഞ സ്ഥലമാണ് ഈ ഇറാഖും എർബിലെല്ലാം. അപ്പോ എർബിൽ എത്തിയാലാണ് എനിക്ക് ബാഗ്ദാദിൽ എത്തിയാലാണ് എനിക്ക് നാസിർ ഖാൻ മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. നാസിർ ഖാൻ പിന്നെ ഞാനിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, എനിക്ക് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടല്ലോ. പിന്നെ മൂപ്പരുടെ വലിയ വില്ലയില മൂപ്പർ താമസിക്കുന്നത്, മൂപ്പർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വണ്ടി കയറ്റിയിടാനും സ്ഥലമുണ്ട്. അപ്പൊ എന്ത് വേണമെങ്കിലും എന്ത് സഹായത്തിനും മൂപ്പരുണ്ട്. അപ്പൊ അത് എനിക്കൊരു വല്ലാത്ത, ഇപ്പോഴും ഞാൻ ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇവിടുന്ന് വിടുന്ന, നമ്മളിനി തുർക്കിയിലേക്ക് പോകുന്നത്, നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്നത്, നമ്മളിപ്പോൾ ഉള്ളത് എർബിലാണ്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പിന്നെ നാസിർ ഖാനെ ആയിരിക്കും. ശരിക്കും കരച്ചില് വരുന്നത്. കാരണം ഇത്രയും ദിവസം ഞാൻ എന്റെ വണ്ടി വരെ മൂപ്പര് കൈ തന്നെ, അത് ഞാൻ എടുത്തു പറയും. കാരണം ഒന്നാമത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും എന്റെ വണ്ടി കഴിയൂല, എപ്പോഴും ചളിയായിരിക്കും. കാരണം യാത്ര ചെയ്യുന്ന വണ്ടിയല്ലേ, ഫുള്ള് ഈ കുറെ ഓഫ് റോഡെല്ലാം പോയി മലന്റെ മുകളിലെല്ലാം കയറി ഇവിടെ മഴയും പെയ്ത് കുറെ ചളിവിളിയായ സമയത്തൊന്നും ഞാൻ വണ്ടി കയറില്ല. പക്ഷെ എപ്പോഴും എനിക്ക് വണ്ടി കൈ തീർത്ത് നാസിർക്കാണ്. അപ്പൊ അങ്ങനത്തെ എല്ലാം കുറെ സഹായം, കുറെ ഹെൽപ്പ്. ശരിക്കും നാസിർ ഖാനെ പോലത്തെ കുറെ മനുഷ്യന്മാർ ഈ ലോകത്തിന് ചുറ്റുമുണ്ട്. അതായത് മലയാളി എന്ന് പറഞ്ഞാല് മറ്റുള്ള സ്ഥലത്ത് പോയല്ലോ. ഇപ്പൊ ഇന്ത്യൻ തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ പോയിക്കൊള്ളുണ്ട്, ഇങ്ങള് മലയാളികള് എല്ലാ സ്ഥലത്തും ഉണ്ട്, ശൂന്യാകാശത്തിൽ നിങ്ങൾ മലയാളികൾ ഉണ്ട് എന്ന് പറയും. ശരിയാണ്. അപ്പൊ മലയാളികൾ എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ജോലിയായിട്ട് പോയിട്ടുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പൊ എന്നെ പോലെ യാത്ര ചെയ്ത് വരുന്നവർക്ക് അവരെപ്പോഴും ഭയങ്കര ഹെൽപ്പാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മള് എന്താണോ നമുക്ക് അവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നത്, അതുപോലെ ഇതിന്റെ 10 മടങ്ങായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം. കാരണം നമ്മളെ വിളിച്ചിട്ട് താമസിപ്പിക്കേണ്ട ആവശ്യമോ നമുക്ക് ഫുഡ് തരേണ്ട ആവശ്യമോ ഒന്നും അവർക്കില്ല. കാരണം അവർക്ക് നമ്മൾ ആരാണ് അല്ലെ, എന്തിനാ വിളിക്കുന്നത്? ഇപ്പൊ ആരെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവരെ വിളിച്ച് വീട്ടിലാക്കുക എന്തിനും ആവശ്യമില്ല. പക്ഷെ അവര് നമ്മളോടുള്ള സ്നേഹം, ഒരു മലയാളി യാത്ര ചെയ്ത് വരുന്നത്, അപ്പൊ നമ്മളെ ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെ കണ്ടിട്ട് അവർ നമ്മളോട് അങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയില് ഞാൻ പറയാണ്, കാരണം നാസിർ ഖാനാണ് ഒരിക്കലും, നാസിർക്ക് മാത്രമല്ല, ഞാനിപ്പോ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഓരോ രാജ്യത്ത് പോയാലും കുറെ, ഇപ്പൊ സൗദിയിലാണെങ്കിലും ഞാൻ നിന്ന 3-4 വീടുകളുണ്ട്, പിന്നെ മറ്റേ കുവൈത്തിലെ വീടുകളുണ്ട്. അതെല്ലാം എന്നോട് ഇപ്പോഴും അവരുമായിട്ട് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഇറാഖില് നമ്മള്
എന്താ പറയുക, ബാഗ്ദാദിലെ അമീറിന് ശേഷം ഞാൻ കാണുന്ന ഒരു മലയാളിയാണ് നാസിർക്ക. അപ്പോൾ നാസിർഖാന്റെ വീട്ടിൽ ഞാനിപ്പം ഒരാഴ്ചയായി നിൽക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാല്. അപ്പൊ ഇനിയെങ്കിലും അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പിറ്റേന്ന് വേറൊരാള് നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ അയാളെ വിളിക്കാൻ ചിലപ്പോൾ ഇവർ മടിക്കും. ഇവരെന്നല്ല ആരാണെങ്കിലും. അല്ല, ഇനിയിപ്പോൾ അവർ നമ്മളെ വീട്ടിൽ കയറി വന്നാൽ അവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുമോ, അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഇനി യാത്ര ചെയ്ത് വരാൻ പോകുന്ന നമുക്ക് എന്തെങ്കിലും അസുഖമായി വന്നാൽ പോലും ചിലപ്പോൾ ഒരു മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ആൾക്കാരും പോയിട്ട് സഹായിക്കുമെന്ന് പോലും പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടി ഇനി യാത്ര ചെയ്യുന്ന ആൾക്കാരെയും കൂടി കണക്കിലെടുത്തിട്ടാണ് എന്ത് വേണമെങ്കിലും ചെയ്യാനും. അപ്പൊ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നതിന് മനസ്സിലായി നാസിർഖാന്റെ ഭാര്യ ഷീറ്റായിരിക്കും. അത്രക്കും ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യന്മാർ ആരുണ്ട്. ഉണ്ടായിട്ടുള്ളൂ ഉണക്ക് ഇവിടുന്ന് വാങ്ങിയത് നാട്ടിൽ കൊണ്ടുവന്നെയാ. അത് അവിടുത്തെ ഒരു ഗ്രാമമാണ്. അതിനെപ്പറ്റി കുറെ ആൾ ഇങ്ങനെ പറയുന്നിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഞാനും നാസർക്കയും റഷീദയും കൂടിയിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. കാരണം ഇവർക്ക് ഇവിടെ ഒരു സാധനം കിട്ടില്ല കേട്ടോ. സാധനമല്ല, ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലുള്ളൂ. ഇതുണ്ട ഇന്ത്യൻ സ്റ്റോർ. ഇവിടെ നിന്നാണ് ഇന്ത്യൻ്റെ സാധനങ്ങളെല്ലാം വെക്കുന്നത്. പിന്നെ ഇവിടെ ലുലു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുണ്ട് നേപ്പാളി. ഇവിടെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ചപ്പാത്തിയും ദോശയെല്ലാം കിട്ടും. ദോശ കിട്ടൂല. ഇതാണ് ഇവരെ സ്റ്റോർ. ഓ, ഇത് ഫുള്ള് ഫാൻസി ആണല്ലോ. നമുക്കൊരു പെയിന്റ് വിരിപ്പോ ഒട്ടുകൂടി. ഇത് ഇന്ത്യൻ്റെ എടുത്തു. ആ, ഇതാ വാലപ്പോ. ഓ, ഈസ്റ്ററിന്റെ പ്രൊഡക്റ്റ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ. നെല്ലറ, അവില്, ഇത് ആട്ട, അവില്. നമ്മള് അപ്പം പൊടിയലുണ്ട്, അവിലുണ്ട്, കരിയുണ്ട്, ഇഡ്ഡലി, ഇടിയപ്പം, ആട്ട എല്ലാം ഉണ്ട്. ഓ, ഇവിടെ ഇതാ അരി. മിച്ചറില്ലാത്ത സ്ഥലം ഉണ്ടോ? കൊണ്ടാവോ വാങ്ങിയിട്ട്? ഇത് അരി ഉണ്ടോ? ഇതെല്ലാം നമ്മളെ ഇന്ത്യൻ അരിയായി കാണുന്നല്ലോ. നേരൂരുണ്ട് അല്ല, ഇത് പച്ചരിയല്ലേ? നേരൂരിന്റെ ഉപ്പ്, കരി, പരിപ്പ്. ഇതെന്താ? ഏലക്ക. ഏലക്ക പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തുണ്ട്. മുളക്. ഫുൾ ഇന്ത്യൻ സാധനങ്ങൾ. इंडिया से कहाँ से? केरला, कर्नाटका, तमिलनाडु. കേരള में ज्यादा है इसलिए पूछो. ഇതണ്ട നമ്മള് തേങ്ങയിലുണ്ട്. ഒന്നും പറ്റൂലേ? കൊപ്പരയാ? കേടാവൂലു. എന്നിട്ട് അവള് കുലുങ്ങുന്നുണ്ട്. കൊറേ ദിവസം ഇങ്ങനെ എത്തുന്നോണ്ടായിരിക്കും. ഇതണ്ട നമ്മളെ നാട്ടിൽ തേങ്ങയെല്ലാം ഇടാം. ആ, അതുകൊണ്ടാ. റഷീദ് പറഞ്ഞ് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, വെറും പേടം. ഇതിന് ഒന്ന് എത്തിയാ കിतना एक 2000 എന്ന് പറയുമ്പോ 120 ഉറുപ്പ്യ അല്ലേ? ആ, 120 ഉറുപ്പ്യ മോനെ തേങ്ങ. അതുകൊണ്ട് മിറ്റത്തെ തേങ്ങയിൽ ഇപ്പൊ തന്നെ എടുത്ത് വെച്ചോ. ഇത്രയും വിലക്കൂടെ വിൽക്കുന്നത്. പേഞ്ചീർപ്പ് എഴുതിയിട്ട് കുറെ ദിവസമായി ഓരോ ഷോപ്പിൽ. അവസാനം കിട്ടി. വേണ്ട, ഇപ്പൊ തന്നെ വരാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് വരുവാ? ഇത് കുറച്ച് ഗ്യാപ്പില്ലേ? ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നാട്ടിലത്തെ വീട് തന്നെ. നമ്മൾ പുറത്ത് പോയി. ഇത് നല്ലൊരു ശക്തിയുള്ള മരമാണെങ്കിൽ ഒരു ഊഞ്ഞാലും ഇട്ടന അതിന്റെ മുകളിൽ. പക്ഷെ അത് മരം തീരെ പോരാ. ഇതെല്ലായിടത്തും ഒരു കോല് പോലത്തെ കുഞ്ഞി മരാണല്ലോ. അതിനെന്താ വൃത്തിക്ക് ഈ വീഡിയോ ഇങ്ങോട്ടാ, അങ്ങോട്ടല്ല. അങ്ങനല്ല, നമ്മള് ഇത് സംഭവം പോലെ വീട് പോലെ വീട്ടിലൊക്കെ വൃത്തിയുള്ള വീടാ. അപ്പൊ നമ്മള് നാസ്ത വെക്കുന്ന മോദിക്കത്തെ നാസ്ത. അപ്പൊ ഇവിടെ വെച്ചാല് നമ്മളെ സാധനങ്ങളൊന്നും കിട്ടൂല. ലുലു ഇല്ലാത്തോണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ചപ്പാത്തി. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പ്രശ്നം? രണ്ടൊരു പൊരക്കോന്നോട് തന്നെയുള്ളു. ഇത് എന്റെ ഒരു ഇക്കാക്ക ഉറവാരിയ മുമ്പത്തേക്ക്. എന്താ ഇവിടുന്ന് പ്രശ്നം?
ഫസ്റ്റ് പറഞ്ഞാല് എനിക്ക് 3 ചപ്പാത്തി തന്നു. ഞാൻ എത്ര വർഷാന്തിന്റെ ഇടയിൽ 3 എടുത്ത് 4ാമത്തെ അതിന് ചപ്പാത്തിയുടെ ഇഷ്ടമുണ്ടല്ലോ. ചപ്പാത്തി ഇല്ലാത്തോണ്ടല്ല, ഞാൻ എടുത്തേന് തിരിച്ചതാ. ഓ അങ്ങനെ. പിന്നെ ഇവിടെ ലുലുല്ല കേട്ടാ. നമ്മള് കുവൈത്ത് വരെ നമുക്ക് എന്ത് മറ്റെന്തെങ്കിലും കൊള്ളിക്കേക്ക് വരെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് കൊള്ളിക്കേക്ക് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഒരു ഇലയാ വന്നിട്ടില്ല. അടുത്ത കാലം നീ വരുമ്പോ ഒരു കൊല്ലം കഴിയണം. ഇൻഷാല്ല. പിന്നെ ഇവിടെ നമുക്ക് വന്ന റഷീദ് നാട്ടിൽ നിന്ന് വരുമ്പോ ഡ്രസ്സിനേക്കാളും കൂടുതൽ അരിപ്പൊടി, മറ്റേത് പച്ചരി, തേങ്ങ, ചക്ക ഇതെല്ലാം കൊണ്ടത്. ചക്ക പിന്നെ എല്ലാം കൊണ്ടുവരും. ഇവിടെ നാസർക്കില്ലേ പയ്യപ്പുറത്ത് വലിയൊരു കേരളം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓരോ തെങ്ങും കൊണ്ടുവരുന്നത് എന്തെല്ലാം. ഇപ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവര് നാട്ടിൽ നിന്ന് വരുമ്പോ മറ്റേ കൊള്ളിക്കാങ്ങിന്റെ കൊള്ളിയും മറ്റേ വാഴ എന്തെല്ലാം കൊണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു കൃഷിക്കാരനും കൂടിയാട്ടോ. അപ്പൊ കൃഷിക്കാരനല്ലേ കുറച്ച് പൊക്കി പറയാം. ആൾക്കാരൊന്ന് നാസർക്കാർ പറയുമ്പോ അത് ഭയങ്കര ഒരു സംഭവം വിചാരിച്ചു. എന്നാൽ ഇത് ഭയങ്കര അത്ഭുതം. കുർദിസ്ഥാനിലൊരു മലയാളി. പിന്നെ അല്ലാണ്ട് ആൾക്കാർ അവരോടെല്ലാം ചോദിക്കും ബോംബുണ്ടോ ഇറാഖിൽ. അങ്ങനെ ഇത് പണ്ടത്തെ ഇറാഖും ബാഗ്ദാദും ഒന്നല്ല. ഇപ്പൊ ശരിക്കും ഒരു നോർമൽ എന്താ പറയാ കേരളം നോക്കില്ല. അങ്ങനെ നമുക്ക് അവിടെ കൂടെ വന്ന രുചിയുള്ള കുറച്ച് ഭക്ഷണം കിട്ടി കേട്ടോ. കാരണം ഇത്രയും ദിവസം ഞാൻ ഇവര് ഇറാഖികളെ ഉണങ്ങിയ ബ്രെഡും ആ റൊട്ടിയാണെങ്കിൽ 2 ആൾ പിടിച്ചു വെക്കണം. തണുപ്പ് കഴിക്കേണ്ട തീരെ തിന്നാനും പറ്റൂല. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ഭക്ഷണം എല്ലാം കിട്ടി നമുക്ക് ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നമ്മൾ അടുത്ത രാജ്യത്തേക്ക്.